സൗദി അറേബ്യയും ഇറാനും തമ്മിൽ യുദ്ധവിരുദ്ധ കരാർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. 975 ഹെൽസിംഗ് അക്കോർഡിന് സമാനമായ രീതിയിലുള്ള ഒരു കരാർ വ്യവസ്ഥ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ഉണ്ടാക്കാൻ ഏകദേശ ധാരണയായിരിക്കുന്നു. ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് സമാധാനപരമായിരിക്കുന്ന മാർഗത്തിലൂടെ നീങ്ങുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് സൗദി അറേബ്യ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വിലയിരുത്തുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിരോധിക്കാനോ തകർക്കാനോ ഇല്ലാതാക്കാനോ ശക്തി കുറയ്ക്കാനോ അവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാനോ അമേരിക്കക്ക് സാധിക്കില്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളും അവരെ ആശ്രയിച്ചതുകൊണ്ട്, അതായത് അമേരിക്കയെ ആശ്രയിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ തന്നെ പ്രയാസപ്പെടുകയാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽപ്പിന് വേണ്ടി. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു രാജ്യത്തോട് തങ്ങളുടെ രാജ്യത്തെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ UAE എന്ന് പറയുന്ന രാജ്യം തന്നെ ഇസ്രായേലിൻ്റെ സഹായം തേടിയിട്ട് അവിടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമൊക്കെ സ്ഥാപിച്ചിട്ടും ഇറാൻ അവരുടെ പണി അവർ എടുത്തുകൊണ്ടേയിരിക്കുന്നു. കുവൈത്തിലെ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ആ പണി അവിടെ എടുക്കുന്നു. ഇവിടൊക്കെ അമേരിക്കയുടെ സൈനികരും പ്രതിരോധ സംവിധാനങ്ങളും പ്രതിരോധ സേനയും 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുപോലും ഇറാൻ ആക്രമിക്കുന്നു. ഇനി ശാന്തമായിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ യുദ്ധവിരുദ്ധ കരാർ പരസ്പരം ഡയറക്റ്റ് ത്രൂ മറ്റൊരു മധ്യസ്ഥരില്ലാതെ ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്ന പരിഹാരം ഒരു ശാന്തത വരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്. ഇറാൻ അതിന് സമ്മതം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവർ തമ്മിൽ ഒരു ഉടമ്പടി കരാർ, അത് 975 ഉടമ്പടി കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ശീതയുദ്ധകാലത്ത് പിരിമുറുക്കം ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട കരാറിന് തുടർച്ചയായ രീതിയിൽ അതിൻ്റെ ആ കരാർ വ്യവസ്ഥ ഏറ്റുപിടിച്ചുകൊണ്ട് പുതിയ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സമാനമായിരിക്കുന്ന കരാർ വ്യവസ്ഥൻ്റെ പുതിയ ഒരു അംഗീകാരം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തിൻ്റെ മുൻപുള്ള ഇറാനെക്കുറിച്ചുള്ള പരാമർശം ഇങ്ങനെ തന്നെയാണ്. യുദ്ധത്തിന് മുൻപുള്ള ഇറാൻ അല്ല ഇപ്പോഴുള്ളത്. ആർക്കെതിരെ ആക്രമണം നടത്താനും ഇറാൻ പാകപ്പെട്ടിരിക്കുന്നു. ദുർബലമായിരിക്കുന്ന ഇറാൻ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കും. രാഷ്ട്രീയമായ രീതിയിൽ ഭിന്നചേരി ഉണ്ടെങ്കിലും കരാർ വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. അഥവാ ഇറാന് വലിയ മുറിവേറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലും പ്രതിരോധിക്കും. അവരെങ്ങനെയാണ് ആക്രമിക്കുക എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അവരെ നിർദ്ദേശിച്ചോ ഉപദേശിച്ചോ സമാധാനിപ്പിച്ചോ പ്രശ്നപരിഹാരം ഉണ്ടാവില്ല. കാര്യം അവരുടെ തലച്ചോറിനാണ് മുറിവേറ്റത്, അഥവാ അവരുടെ ആത്മീയ നേതാവാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഒരു രാജ്യങ്ങളും ഈ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാകാത്തതിൻ്റെ കാരണം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ തിരിച്ചടികൾ എത്രത്തോളം കാഠിന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ലോകരാജ്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അവരുടെ കൈവശത്തുള്ള ആയുധത്തെക്കുറിച്ചോ അതിൻ്റെ ശക്തിയെക്കുറിച്ചോ അത് എത്രത്തോളം പ്രഹരമുണ്ടാക്കും എന്നതിനെക്കുറിച്ചോ ലോകത്തിന് അറിയില്ല. ഇസ്രായേലിനും അമേരിക്കയും അറിയാത്ത മറ്റു ലോകത്തിനും അറിയില്ലല്ലോ. അപ്പം മുറിവേറ്റ ഇറാനെ ഭയപ്പെടണം. അവർക്ക് വേണ്ടിയിട്ട് പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് പകരം അവരുമായി ആശയവിനിമയം നടത്തുന്നതാണ് ഉചിതം എന്ന് സൗദി അറേബ്യ മനസ്സിലാക്കുന്നു. 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഉണ്ടാക്കുകയും ആ കരാറിൻ്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്തു. അത് 10-15 വർഷത്തോളം യമൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ ഇടപെടുകയും അതിന് UAE സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികളെ ഒതുക്കാൻ വേണ്ടി യമൻ ഗവൺമെൻറ് സൗദി അറേബ്യയുടെ സഹായം തേടിയ സമയത്ത് യമനെതിരെ വലിയ ആക്രമണം നടത്തുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് യമനിൽ നിന്ന് സൗദി അറേബ്യക്ക് നേരെയും UAEക്ക് നേരെയും തിരിച്ചാക്രമണം ഉണ്ടായി. സൗദി അറേബ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗത്ത് പോലും മിസൈൽ വീണ് പൊട്ടിയിട്ടുണ്ട് എന്ന് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവർ വലിയ ശത്രുതയായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചൈന ഇടപെട്ടത്. ചൈനയും ഈ ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ്. ചൈനയും സൗദി അറേബ്യയും തമ്മിൽ ബന്ധമുണ്ട്, ഇറാൻ്റെ അത്ര ബന്ധമില്ലെങ്കിൽ പോലും. കാരണം 2023 ഈ കരാർ വ്യവസ്ഥ വരുന്നത്. ഈ കരാർ വ്യവസ്ഥ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം 2023 ഒക്ടോബർ മാസത്തിലാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി അതിൻ്റെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്ന വിഷയങ്ങൾ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടും ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉണ്ടാകുന്നു. കൂട്ടക്കൊലകൾ നടക്കുന്നു, വലിയ വെടിവെപ്പുകൾ നടക്കുന്നു, വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഫലസ്തീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്നുകൊണ്ട് ശ്രമിച്ച ഒരേ ഒരു രാജ്യമാണ് അത് ഇറാനാണ്. ഇറാൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഗസയിൽ നിന്ന് ഈ
പ്രതിരോധ കാര്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നത്, ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. അത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ലെബനാനിലും യമനിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായി, ഈ ഇറാഖിലുണ്ടായി, ബഹ്റൈനിലുണ്ടായി. അങ്ങനത്തെ വല്ലാത്തൊരു സ്ഥിതി വന്ന സമയത്ത് ഇറാനുമായിട്ടുള്ള ശത്രുത അങ്ങനെ തുടരുന്നത് ഉചിതമല്ല, പരിഹാരമുണ്ടാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈന ഇതിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ധാരണയിലെത്തിക്കൊണ്ട് വിഷയം തീർത്തത്. എന്നാൽ പിന്നീട് ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവിടെ വെച്ചിട്ട് സൗദി അറേബ്യയിലുള്ള ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി 3 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. 2025 റൂട്ടിന് മാറ്റം സംഭവിക്കുന്നു, അഥവാ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുന്നു. പക്ഷേ അതിനുള്ള പ്രത്യാക്രമണം സമാനമായ രീതിയിൽ തന്നെ ഇസ്രായേലിന് കൊടുക്കുന്നു. ഇസ്രായേലിന് വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ദുരിതവും ദുരന്തവും കഷ്ടപ്പാടും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 1948 സ്വാതന്ത്ര്യമായതിനു ശേഷം ഇത്രയേറെ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യം അവരനുഭവിച്ചത് അതാദ്യമായിട്ടാണ്. അങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ എന്ത് ചെയ്തു, യുദ്ധം അവസാനിച്ചതായിട്ട് അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിച്ചു. 2026 അവർ വീണ്ടും ആക്രമിച്ചു. അതുകൊണ്ട് റൂട്ട് മാറി. ഇനി തങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ മേഖലാ യുദ്ധമായിട്ട് പരിണമിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി തന്നെ ഉത്തരവിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം കൊല്ലപ്പെടുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്. നിങ്ങൾ കണ്ട ഇറാനല്ല കാണാൻ പോകുന്നത് എന്ന് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പ്രതികരിക്കുകയും ചെയ്തു. പിന്നീട് തുടർന്ന് പറഞ്ഞത് സൈനിക കമാൻഡറാണ്, ഇറാൻ ഒരു രാജ്യമാണ്, ആ രാജ്യത്തിന് അതിൻ്റേതായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടി എല്ലാ സംവിധാനവുമുണ്ട്, തങ്ങളതെല്ലാം പ്രയോഗിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് യുദ്ധം അമേരിക്ക ഇസ്രായേൽ ആക്രമിച്ചു. അതിൻ്റെ തിരിച്ചടികൾ ഭയാനകരമായ രീതിയിൽ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായി. അതോടുകൂടി യുദ്ധത്തിൻ്റെ റൂട്ട് മാറി. ഹോർമുസ് കടൽ അടക്കപ്പെട്ടു. എല്ലാ അറബ് രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടു. അറബ് രാജ്യങ്ങൾ മാത്രമല്ല, മറ്റ് പല മുസ്ലിം രാജ്യങ്ങളും അമേരിക്കക്ക് സപ്പോർട്ടുള്ള എല്ലാ രാജ്യങ്ങളും എംബസിയും കോൺസുലേറ്റിനും എല്ലാം പ്രശ്നങ്ങളായി. 18 രാജ്യങ്ങളെയെങ്കിലും ഇറാൻ ആക്രമിച്ചു. മുമ്പ് അവർ പറയപ്പെട്ട കാര്യം അങ്ങനെ തന്നെ ചെയ്തു എന്ന് ചുരുക്കം. സൗദി അറേബ്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അത് മുറിവേറ്റു. എണ്ണ ഗ്യാസ് വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, എണ്ണയും ഗ്യാസും സെപ്പറേറ്റ് പറയുന്നത്, ഡീസലും പെട്രോളുമാണ് കൂടുതലും സൗദി അറേബ്യയിൽ നിന്ന് കയറി പോകുന്നത്. അതിനെ നിയന്ത്രിക്കാൻ സാമ്പത്തിക നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ അവസ്ഥകൾക്ക് വന്നു. കാരണം യുദ്ധം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഗൂഡലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. നിർമ്മാണ പ്രവൃത്തി ഉൽപ്പാദനം നിർത്തിവെക്കാൻ പറ്റില്ല, അത് എണ്ണക്കിണറിനെ സാരമായിട്ട് ബാധിക്കും. ഉൽപ്പാദിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ ഉൽപ്പാദിച്ചത് വിൽപ്പന നടത്തിയിട്ടില്ലെങ്കിലോ അതും പ്രശ്നമാണ്. സ്റ്റോക്ക് ചെയ്യുന്നതിനൊക്കെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇത് വിൽപ്പന നടത്തിയിട്ടില്ലെങ്കിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും വേണം, അത് വിൽപ്പന നടത്തുകയും വേണം. ഇത് ഉൽപ്പാദനം നടക്കുന്നു, വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അങ്ങനെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രയാസം കാര്യങ്ങളും സൗദി അറേബ്യക്ക് ഉണ്ടായി. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ മറ്റ് പോംവഴികളോ മാർഗങ്ങളോ ഇല്ല. അങ്ങനെയാണ് ഈ 1975 ഹെൽസിങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം പ്രശ്ന പരിഹാരത്തിന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറാനോട് സൗദി അറേബ്യ അപേക്ഷിച്ചു, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചു. അവരത് തയ്യാറായി. നമുക്ക് ആ കരാർ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. 1975 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമായ ഹെൽസിങ്കിൽ വെച്ച് ഒപ്പുവെച്ച കരാറാണിത്. അമേരിക്ക, അന്നത്തെ സോവിയറ്റ് യൂണിയൻ, കാനഡ, യൂറോപ്പിലെ മറ്റ് 35 രാജ്യങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ട് പരസ്പരം തയ്യാറാക്കി അംഗീകരിക്കപ്പെട്ട ഉടമ്പടിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പരസ്പരം യുദ്ധം കുറയ്ക്കുക, അത് യുദ്ധത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക, അല്ലെങ്കിൽ നിയന്ത്രിക്കുക, അതുമല്ലെങ്കിൽ ഇല്ലാതാക്കുക. ആ ഉടമ്പടിയിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നതാണ്. പിന്നീട് അതിർത്തികൾ അംഗീകരിക്കുക, പരമാധികാരം മാനിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഇടപെടാതിരിക്കുക, രാജ്യസ്വാതന്ത്ര്യം പരസ്പരം മാനിക്കുക, വ്യാപാര, സാങ്കേതിക, സാമ്പത്തിക സഹായ സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം 10-20ഓളം കരാർ വ്യവസ്ഥ അന്നുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ഇത് ലോക രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തി. യുദ്ധം ചെയ്തുകൊണ്ട് മതിയാവുമല്ലോ. ഇപ്പോൾ ഉക്രൈനും റഷ്യയും യുദ്ധം ചെയ്ത് മതിയായി. അങ്ങനെ ആ സമയത്ത് യുദ്ധപ്രശ്ന പരിഹാരത്തിലെത്തുന്ന സമയത്ത് 1975 ഈ കരാർ വ്യവസ്ഥയാണ് അംഗീകരിക്കപ്പെടുന്നത്. അല്ലെ, ആ കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം നിർത്തണം എന്നാണ് പറയാറുള്ളത്. അത് ഇതെന്നല്ല, പല യുദ്ധത്തിൽ അത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ള യുദ്ധത്തിലെല്ലാം ഈ ആശയം പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ മിഷൻ 2030.
ഇപ്പോഴും അതിൻ്റെ പ്രവർത്തന രീതികൾ തുടരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മെഗാ പ്രൊജക്റ്റുകളെല്ലാം പതുക്കെ സ്ലോയിലാണ് നീങ്ങുന്നത്. അതിൻ്റെ കാര്യം നമ്മൾ ഈ പറയപ്പെട്ട യുദ്ധവും അതിൻ്റെ ദുരന്തവും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ആക്രമണങ്ങളും അതിൻ്റെ പ്രതിരോധവും അമേരിക്കയുടെ പ്രശ്നങ്ങളും ഇറാൻ്റെ പ്രശ്നം ഇതെല്ലാം കൂടി ബന്ധപ്പെട്ടാണ്. അപ്പോൾ രാജ്യ പുരോഗതിയും രാജ്യത്തിൻ്റെ മൂവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലെ പ്രയാസങ്ങളും പ്രതിസന്ധിയും സൗദി അറേബ്യക്കുണ്ട്. അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇറാനുമായിട്ട് ഡയറക്റ്റ് ത്രൂ ഒരു യുദ്ധവിരുദ്ധ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് സൗദി അറേബ്യ തീരുമാനിച്ചത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയും ഇറാനും തൊട്ടടുത്ത ദിവസം തന്നെ ചർച്ച നടത്തും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.